ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഇതാ ഒരു കടായി ചൂടായതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അത്യാവശ്യം വലിയൊരു സവാള ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തത്, കൂടെ ഒരു പച്ചമുളക് കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഇതുപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, കൂടെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 5 മുട്ട പുഴുങ്ങിയെടുത്തതിൻ്റെ മഞ്ഞക്കരു മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ മുട്ടയുടെ ഒരു സൈഡ് കത്തി വെച്ച് കൊടുത്തിട്ട് വരഞ്ഞു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തുനിന്ന് മഞ്ഞക്കരു ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാത്തിൻ്റെയും ഇതുപോലെ ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഫില്ലിങ്ങിൽ നിന്ന് ഇതുപോലെ കുറേശ്ശെ എടുത്തിട്ട് ഈ മുട്ടയിലേക്ക് അങ്ങ് നിറച്ചു കൊടുക്കണം. ഒരുപാട് കുത്തി നിറച്ചു കൊടുക്കരുത്, ഇതുപോലെ ഫുള്ളായിട്ട് അങ്ങ് നിറച്ചു കൊടുക്കാം. ഇതുപോലെ എല്ലാ മുട്ടയും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതാ ഞാനിവിടെ 6 പീസ് ബ്രെഡ് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും, കൂടെ ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് മൈദപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതാ ഈ ഒരു കട്ടിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. ഒരുപാട് ലൂസായി പോകാനും പാടില്ല, ഒരുപാട് കട്ടിയായി പോകാനും പാടില്ല. ഇനി ഓരോ മുട്ടയും ഇതിലേക്ക് അങ്ങ് മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കൈയൊന്ന് വെള്ളത്തിലേക്ക് നനച്ചതിന് ശേഷം വീണ്ടും ഇത് ഈ മാവിലേക്ക് തന്നെ മുക്കിയെടുത്തിട്ട് വീണ്ടും ബ്രെഡ് ക്രംസിൽ നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. നമുക്കിതുപോലെ ഡബിൾ കോട്ടിങ് തന്നെ ചെയ്തെടുക്കണം. നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇടയ്ക്ക് വെള്ളത്തിൽ നനച്ചെടുക്കാൻ പറയുന്ന. കൈ എല്ലാതും ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഇതാ നല്ല പോലെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതാ ഈ ഒരു കളറായി കിട്ടുമ്പം നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.